അത് കൊള്ളാം. ഞാൻ അടുത്ത സാധനം കേട്ടാ, അടുത്ത മീൻ അടിച്ചിരിക്കും. കൊള്ളാം, കിടില സാധനം. കറി വെക്കാനുള്ള മീൻ നമ്മുടെ വറ്റ, കിടിലെ വറ്റക്കറി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൽ ഇതുവരെ വരാത്തൊരു വെറൈറ്റി വീഡിയോ കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണം. വേറെ ഒന്നുമല്ല, കടലിൽ, അതായത് ആഴക്കടലിൽ, നടുക്കടലിൽ പോയിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പോകട്ടെ. അപ്പം ഞാൻ ഇന്നുള്ളത് ലക്ഷദ്വീപിലാണ്. നമ്മൾ പോകാൻ പോണത് ഈ ജെട്ടിൽ നിന്നാണ് കേട്ടോ. ഇവിടെ നിന്നാണ് പോകാൻ പോകണം. അപ്പോൾ നമുക്ക് പോകാനുള്ള ബോട്ട് അവിടെ വെയിറ്റിംഗ് ആണ്. ഇപ്പം സമയം എന്ന് പറഞ്ഞാൽ 5:30 കഴിഞ്ഞിട്ടാ, 5:30 AM ആയി, രാവിലെ ആയി, അതിരാവിലെയാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ള ബോട്ടൊക്കെ റെഡി ആയിട്ടുണ്ടേ. അതെ, നമ്മുടെ സാധനങ്ങളൊക്കെ എല്ലാം ബോട്ടോട്ട് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ചൂണ്ടയും പിന്നെ നമുക്ക് ഫുഡ് എല്ലാം ഇവിടെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ മിക്കവാറും വൈകുന്നേരമേ വരത്തുള്ളൂ. എല്ലാ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിച്ച് കിട്ടുവാണെങ്കിൽ മീനൊക്കെ എല്ലാം കുക്ക് ചെയ്ത് കഴിച്ച് നമ്മൾ അവിടെ തന്നെ കൂടും കടലിൽ. എന്തായി തീരുമെന്നൊന്നും അറിയാൻ മേല, പോയി നോക്കാം നമുക്ക്. നമ്മളിത് ഇപ്പോൾ ഏകദേശം സെൻറ്ററിലോട്ട് അടുത്തോണ്ടിരിക്കുക കേട്ടോ. നല്ല അടിപൊളി ഓളം അടിക്കാം കേട്ടോ. ഓളം എന്ന് പറഞ്ഞാൽ നല്ല മോതയാണ്. എടുത്ത് ഇതേ ബോട്ട് പൊക്കിയും താത്തിയാണ് കേട്ടോ അടിക്കണം. ഇതാണ് ഇതേ പുറകിരുന്ന് അവർ പയറ്റിക്കൊണ്ടിരിക്കുക. നോക്കാം ഫാസ്റ്റ് ആർക്ക് മീൻ അടിക്കുന്നു. ആർക്കും മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുവാണേ. വിട്ടുപോയ, ഒയ്യോ വിട്ടുപോയെന്ന്. നമ്മൾ അതിരാവിലെ ഇറങ്ങിയ കാരണേ നമുക്കുള്ള കട്ടൻ ചായ ചേട്ടൻ തിളപ്പിച്ചോണ്ടിരിക്കുക കേട്ടോ. അടുക്കളയൊക്കെ ഈ കാണുക കേട്ടോ, സെറ്റപ്പ്. എന്നാ ലുക്കാന്ന് നോക്കി. ബാക്കിലോട്ടുള്ള ലൈറ്റ് കണ്ടോ, ലൈറ്റ് സീനൊക്കെ കണ്ടത്. അപ്പുറത്ത് സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്. ആ ലൈറ്റൊക്കെ കാണുന്നത് എവിടെ അറിയാം, അതാണ് നമ്മുടെ ദ്വീപ് കേട്ടോ. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറി പോകുന്നത്. നടുക്കടലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണേ. ജിബിൻ ചേട്ടൻ ടൂൾസ് എല്ലാം എടുത്തുകൊണ്ടിരിക്കും കേട്ടോ. സ്റ്റിക്കൊക്കെയാണ് ആ കാണുന്ന പൈപ്പിനകത്ത് മൊത്തം നല്ല ഹെവി സാധനമാണെന്നാണ് പറയട്ടോ. നല്ല വിലപിടിപ്പുള്ള സാധനമൊക്കെയാണ്. അപ്പോൾ ജിബിൻ ചേട്ടൻ ഏതാണെന്ന് അറിയാമോ, നമ്മുടെ എറണാകുളത്ത് ഫിഷിംഗ് ഹബ്ബ് എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പ് നടത്തുന്നുണ്ട് കേട്ടോ. ടോപ്പ് ഷോപ്പാണ്. ഒരു ഫിഷിംഗ് എക്യുപ്മെൻറ്റ്സ് എല്ലാം കൊടുക്കുന്ന ഫിഷിംഗ് ഹബ്ബ് എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് പനമ്പള്ളി നഗറിലെ. അപ്പോൾ ഞാൻ ജിബിൻ ചേട്ടൻ്റെ നമ്പർ കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ചൂണ്ട എക്യുപ്മെൻറ്റ്സ്, അതായത് ഫിഷിംഗ് എക്യുപ്മെൻറ്റ്സ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ ചായ. അങ്ങനെ നമ്മുടെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഈ അടിപൊളി ലൊക്കേഷനിൽ വന്നിട്ട് അത് തകർക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അതേ എല്ലാവരും ടൂൾസൊക്കെ എടുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കും കേട്ടോ. വന്നപ്പോഴേ തന്നെ മീൻ അടിച്ചു കേട്ടോ. നമ്മൾ ജിബിൻ ചേട്ടൻ അടിച്ചിരിക്കണം കേട്ടോ. നോക്കട്ടെ. പോട്ടെ, വളത്തിനടിയിട്ട് പോവാം. എന്ത് മീനത്? അത് കൊള്ളാം, ഇടില്ല സാധനം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇതെന്നെ സംഭവം അറിയാം. അതെ, കടലാമ പോകണം കേട്ടോ. നമ്മളിത് ചൂണ്ടിട്ടുണ്ട് പറ്റ കൂടി വന്ന് പോകണം കേട്ടോ പുള്ളി. ഡേ ചേട്ടന്മാർ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അവലല്ലേ, അവലും പഴമൊക്കെ മിക്സ് ചെയ്ത്, അതെ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള വെറൈറ്റി സാധനം കേട്ടോ ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കൊണ്ടുപോകും കേട്ടോ ചേട്ടന്മാർ. നല്ല അടിപൊളി സാധനം, അവലും പഴമൊക്കെ മിക്സ് ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപിൻ്റെ ട്രഡീഷണൽ ഫുഡാണ് അത്. ഇത് അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാ സാധനം ഒന്നും അറിയാൻ മേല, പറ്റയല്ലേ. ജിബിൻ ചേട്ടനെ അടിച്ചു കേട്ടോ. ഞങ്ങൾ ഇത്രയും നേരം ഇറങ്ങിയിട്ട് പുള്ളിയിലെല്ലാം ചാടി അടിച്ചു. പുള്ളിക്ക് മീൻ വരച്ചുള്ള കേട്ടോ. എന്നാ നാളെ എവിടെ എത്തിയെന്നറിയാൻ മേല. വന്നായത് അടുത്ത് ഇതേ ബാക്കിലോട്ട് പോയി. ആ ചൂണ്ട ബാക്കി പിടിച്ചു. ബാക്കി ചെല്ല്. ഇതേ അടിക്കൂടി. അടിക്കൂടി പോണോണ്ട് അത്. എന്നെ കളറാന്ന് നോക്കിയാ എൻ്റെ വിശകം സാധനം കേട്ടോ. പോരട്ടെ പൊങ്ങി വരട്ടെ. കൊള്ളാം, കിടില സാധനം. കിട്ടി. ഇതുണ്ടോ ഇതിന്റെ കളർ കേട്ടോ. ഇന്ന രസം, കരിനീല കളർ കേട്ടോ. അടിപൊളി സാധനം. ബോട്ട് ഓടിച്ചങ്ങ് പോയപ്പോഴേ നമ്മുടെ ചേട്ടൻ ഒരു ലൂർ ഇട്ടായിരുന്നു കേട്ടോ. അതിനകത്ത് എന്തോ മീൻ അടിച്ചിട്ടുണ്ടേ. എന്നതാ അത്? വറ്റ എന്തോണല്ലേ. കൊള്ളാം. ഇതൊക്കെ നമ്മൾ മാർക്കറ്റിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇത്രയും പെടക്കണ സാധനം ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. വീട്ടിലെ സാധനം. ഇത് കറി വെക്കാനുള്ള മീൻ നമ്മുടെ വറ്റ കേട്ടോ. വറ്റ ഇന്ന് കറി വെച്ച് അടിക്കാൻ പോയോ ചോറിൻ്റെ കൂട്ടത്തിലെ. അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടോ, ഫ്രഷ് ആയിട്ടുള്ള സാധനം. കളറ് കണ്ടോ, വെറൈറ്റി ഒരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ആദർശനായിട്ട് നല്ല റെഡ് കളർ കേട്ടോ. എന്നാ രസം സംഭവമാണ്. റെഡ് കളർ നല്ല രസം കേട്ടോ. ഈ ഒരു ഏരിയ ഉണ്ട്, ഇവിടെ ഇഷ്ടംപോലെ മീൻ വന്നിട്ടുണ്ട് കേട്ടോ. വന്ന് കറങ്ങി അടിച്ചൊക്കെ പോകണ്ടേ. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ഇന്ന് തകർത്ത് പോകട്ടെ. ഇത് നല്ല ഹെവി സാധനം അടിച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തോ വലിയ മീനാട്ടോ. ഈ പുള്ളി കൈ തൊട്ട് കഴിഞ്ഞാൽ മീനായിട്ട്. ഇത്ര നേരം എൻ്റെ കയ്യിൽ സാധനം. മുറ്റ സാധനം കേട്ടോ. വറ്റയാന്ന് തോന്നുന്നു, വലിയ വറ്റയാന്ന് തോന്നേ. പുറത്തേക്ക് എടുത്തു. പോകുന്നു. കയറി തന്നെ കണ്ടോ സാധനം. നമുക്ക് ആദ്യം കിട്ടിയ അത്ര തന്നെ കേട്ടോ. ആദ്യം കിട്ടിയിട്ട് കുറച്ചുകൂടി വലുതാ കേട്ടോ. വേണ്ട, അടിപൊളി സാധനം. നമ്മുടെ വേറെ മറ്റേ ചേട്ടന് കിട്ടിയ കേട്ടോ. ആദ്യം എവിടെ നമ്മുടെ ആദർശം കിട്ടിയ സെയിം സാധനം തന്നെ, റെഡ് കളർ. വേണ്ട, അടുത്ത സാധനം കേട്ടോ. വെറൈറ്റി സാധനം, ഇത്ര നമുക്ക് കിട്ടാത്ത സാധനം കേട്ടോ. ഉണ്ണിക്ക് മീൻ അടിച്ചിരിക്കുന്നത് കേട്ടോ.
കണ്ട അടിപൊളി മീൻ അടിച്ചിരിക്കുന്നു. എന്താ വേണ്ടി എങ്ങനെയുണ്ട്? പോപ്പറെല്ലാം അടിച്ചേ. അപ്പം നല്ല സൈസ് ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ പോപ്പറലാണ് കേട്ടോ മീൻ അടിച്ചിരിക്കുന്നത്. ഒരാൾ കഷ്ടപ്പെടുവാണ്. പയ്യ മതി ഭയങ്കര ഇവിടെ അടിപൊളി കാഴ്ച. പിന്നെ ഇങ്ങോട്ട് നോക്കി 2 വാക്ക്. സന്തോഷമായി. വരട്ടെ മീൻ വരട്ടെ. കണ്ടാ അങ്ങനെ ഉണ്ണിക്ക് മാത്രമായിരുന്നു മീൻ അടിക്കായിരുന്നു. ഇപ്പം ഉണ്ണിക്കും മീൻ അടിച്ചിട്ടുണ്ട്. അത് നല്ല അടിപൊളി സൈസ് മീൻ അടിച്ചിട്ടുണ്ട്. എങ്ങനെ ഉടക്കേക്കണം അറിയാമല്ലോ. ചെറിയ മീനൊന്നുമല്ല. അങ്ങനെ നമ്മുടെ വറ്റ അടിച്ചിരിക്കുന്നത്. വറ്റ വീണ്ടും വീണ്ടും വറ്റ വേണ്ട കണ്ടോ. എടുത്താൻ പറ്റും. അടിപൊളി വറ്റ. എങ്ങനെയുണ്ട്? എനിക്ക് ശകലം ചോറിട്ടാണ് അടുത്ത മീൻ അടിച്ചിരിക്കുന്നുണ്ടോ. അടിപൊളി മീൻ കേട്ടോ. രണ്ടാമത് അത് മാറ്റിയാൻ തോന്നുന്നു. കളിയോ സന്തോഷമായി. ഇത് 2ാമത് സാധനം അടിച്ചിരിക്കും കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ സാധനം പരിപാടി. 2 അടിച്ചു കേട്ടോ. ആദ്യത്തെ അടിച്ച് കിടക്കണ്. അതിൻ്റെ തൊട്ട് പറയാതെ അടുത്ത അടിച്ചു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഒരു റെസ്റ്റ് ഇല്ലാത്ത അംഗമാണേ. അതേണ്ട അടുത്ത് ജിബിൻ ചേട്ടനിൽ അടിച്ച് കഴിക്കാം. അടുത്തേട് എങ്ങനെയുണ്ട് ജിബിൻ ചേട്ടാ? സൈസാണോ? പുള്ളിക്ക് അത് സൈസായിട്ടൊന്നും തോന്നില്ല. പുള്ളിയുടെ സ്ഥിരം പരിപാടി ഇതൊക്കെ തന്നെയാണ്. പുള്ളിക്ക് അത് സൈസായിട്ട് തോന്നില്ല. എന്നാലും ആ വലി കണ്ടിട്ട് നല്ല മുറ്റാൻ തോന്നുന്നു കേട്ടോ. നല്ല വലിയ റിട്ടേൺ വലിയുണ്ട് കേട്ടോ. ബോട്ടിൻ്റെ അടിയിലോട്ട് വലിച്ച് കയറ്റി കേട്ടോ. അയ്യോ പണിയാൻ തോന്നുന്നു. അടി പുറത്തേ അടി. പോന്നു ഇല്ല പോരട്ടെ അടി കിടന്ന് കളിക്കണം. ആ കോർത്തിങ്ങ് വലിച്ചോ അവൻ്റെ. അവൻ ഇനി പുറത്തോട്ട് വിടരുത്. പോട്ട് പോന്ന്. അങ്ങനെ വറ്റകളുടെ ചാകര കേട്ടാ. ആണ്ട നമ്മുടെ ലോറ് പൊട്ടിപ്പോയിട്ടോ. ഇല്ല ഒഴുകി പോണതാ. അതെങ്ങനെയല്ലേ എടുക്കട്ടെ. നമുക്ക് ഇത്ര നേരം വറ്റ അടിച്ച മെയിൻ സാധനം പോട്ടങ്ങ് അടിക്കുക കേട്ടോ. അടിയിൽ പാറയും കല്ലൊക്കെ കയറണേ. നമ്മുടെ ചേട്ടൻ ചാടിയത് എടുക്കാനുള്ള പരിപാടി കേട്ടോ. സാധനം കിട്ടി. രക്ഷപ്പെട്ട് സാധനവും കിട്ടിയത് നമ്മുടെ ചേട്ടനും വന്നു. ഒരു കയറിക്കോ. അതായത് നമ്മുടെ ചേട്ടൻ ലൂറ് തപ്പി പോകൊണ്ട് വന്നപ്പോൾ ജിബിൻ ചേട്ടനും അടിച്ച്. ജിബിൻ ചേട്ടൻ്റെ മീനും അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. എന്നാ മീനാന്നറിയാമല്ലോ. കുപ്പി വരട്ടെ പൊങ്ങി വേണ്ടി കാണാൻ. അത് പിന്നെയും വലിച്ച് അടി കയറ്റി കേട്ടോ. 2ാമത്തും അടിച്ച് നേരെ ബോട്ടിന് അടി കയറ്റിയിരിക്കും. പക്ഷേ അത് പറ്റ വരുമ്പോൾ നമുക്ക് പൊട്ടിപ്പോയി കേട്ടോ. ഈ പരിപാടി എങ്ങനെയുണ്ട്? കടലിൽ പോയി ലൈവായിട്ട് മീൻ പിടിക്കുക. ആ പിടിച്ച് തന്നെ മീൻ ചെയ്ത് നമ്മുടെ ചേട്ടന്മാർ നല്ല അടിപൊളിയായിട്ട് കറിയും വെച്ച് ചോറൊക്കെ വരും. അതും കഴിക്കുക. പിന്നെ ഇത് തന്നെ പരിപാടി കേട്ടോ. അടിപൊളി പരിപാടി. ഇത് നല്ല ഇടിയിലെ വറ്റക്കറി. നമ്മളിപ്പോൾ പിടിച്ച വറ്റ കറി വെച്ചത് നമ്മുടെ ചോറ് കേട്ടോ. ചേട്ടന്മാരുടെ ചോറൊക്കെ റെഡിയാക്കി തന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് കഴിക്കാവേ. കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും തുടങ്ങാൻ പരിപാടി. ഒരു സാധനം കാണിച്ചില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ കുറച്ച് മീൻ വറുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത അംഗം തുടങ്ങാൻ വേണ്ടി ഇറങ്ങും കേട്ടോ. നല്ല അടിപൊളി ഒരു സൺസെറ്റ് ആട്ടോ. പക്ഷെ അടിപൊളി തിരയും കൂടിയാണ്. അതുകൂടി പറയാതിരിക്കാൻ പറ്റില്ല. ബോട്ടൊക്കെ എടുത്ത് പൊക്കി അടിച്ചാൽ പോകണം കേട്ടോ. നമ്മളിങ്ങനെ കാണണമെന്നുണ്ടാവും. പക്ഷെ എന്നാ തിരയാന്ന് നോക്കിയേ.
നിന്ന് സ്റ്റിക്ക് എറിയാൻ പറ്റില്ല, ചൂണ്ട എറിയാൻ പറ്റില്ല, എടുത്ത് അലക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ഏരിയ നോക്കാൻ പോട്ടെ. ഇവിടെ ഒരു രക്ഷയില്ല, എടുത്തിട്ട് പൊക്കി അടിക്കുക തരാം. ദേടാ ആ ചേട്ടൻ എന്തോ അടിച്ചിട്ടുണ്ട് കേട്ടോ. ആ വലി കണ്ടിട്ട് എന്തോ കട്ടിക്കുള്ള സാധനം തോന്നുന്നു. ഓഹോ, ഞാൻ നോക്കട്ടെ. ഓ വറ്റല്ലെന്നാ പറയട്ടെ, വേറെ എന്തോ ആണേ. നോക്കട്ടെ പൊങ്ങി പോരട്ടെ. വറ്റ എല്ലാം തോന്നണേ ആ കളി കണ്ടിട്ട്. ചൂരയാണാ പതിയെ എടുത്താ ഒരു കുഴപ്പമില്ല. വറ്റയല്ലല്ലേ, ആ പിടുത്തം കണ്ടിട്ട് വറ്റയല്ലെന്ന് തോന്നുന്നു. ഓ വെറൈറ്റി സാധനം തോന്നുന്നു കേട്ടോ. നല്ല വയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് ആദ്യം അടിച്ച മീനാന്ന് പറയാം കേട്ടോ, പൂമീനാന്ന് പറയാം. നോക്കട്ടെ, ഓടി പൊക്കുകയും കാണിക്കും. എല്ലാവർക്കും സൈഡിൽ പോയി നിൽക്കാൻ പറ്റും. നല്ല തിരയടിക്കണോണ്ടേ തലയും കുത്തി താഴത്തോട്ട് വീഴും. കൊളുത്തില്ലല്ലേ? ഓ വിടരുതേ. ആ പോ ഇല്ല. ആ ഓക്കെ, പോന്നു. ആ അതെ ആ കൊള്ളാം കേട്ടാ. അങ്ങനെ വീണ്ടും കിട്ടിയല്ലേ. ഓ പോരട്ടെ. വൈകുന്നേരം ആയപ്പം ഒരു അടിപൊളി കട്ടൻ ചായ ഒരു തിളപ്പിച്ച് തന്ന്. ഇനി ആ കട്ടൻ ചായയും കൂടി കഴിഞ്ഞിട്ട് അടുത്ത അംഗം കേട്ടോ. നമ്മൾ രാവിലെ സൂര്യൻ ഉദിച്ചു വന്ന കാഴ്ച കണ്ടില്ലേ, അതേ സെയിം സാധനം കേട്ടോ. അതേ സൂര്യൻ അസ്തമിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാ കടലിൻ്റെ നടുക്ക് സൂര്യൻ കടലിലോട്ട് താഴ്ന്ന ഒരു കാഴ്ച കാണുവാണ് കേട്ടോ. നമ്മൾ ഇത്ര നേരം മീൻ പിടിച്ച സകല ടൂൾസിൻ്റെയും ഓണർ ചെയ്തിരിക്കണം കേട്ടോ. നമ്മുടെ ജിബിൻ ചേട്ടനാണ്. ജിബിൻ ചേട്ടനൊരു ഫിഷിംഗ് ഷോപ്പുണ്ട് കേട്ടോ. ചൂണ്ടപ്രാന്തന്മാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫിഷിംഗ് ഹബ് എന്ന് പറയുന്ന ചൂണ്ടപ്രാന്തന്മാർക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ ഷോപ്പ്. നമ്മുടെ പനമ്പള്ളി നഗർ, എറണാകുളത്തെ പനമ്പള്ളി നഗറിലാണ്. അപ്പോൾ ജിബിൻ ചേട്ടൻ്റെ നമ്പർ കൂടി ഞാൻ ഇട്ടേക്കാം കേട്ടോ, അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആവശ്യമുള്ളവർ ഇതുപോലെ വെറൈറ്റി ചൂണ്ട ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ ഫിഷിങ്ങിനുള്ള. അപ്പോൾ ആവശ്യമുള്ളവർ ജിബിൻ ചേട്ടനെ കോൺടാക്ട് ചെയ്യാൻ മതിയേ. അപ്പോൾ അതേ നമുക്ക് ഇന്ന് കിട്ടിയ ഭീകരന്മാരാട്ടോ ഈ കിടക്കണേക്കാ. കുറേ വറ്റയും കിട്ടി, പിന്നെ ചുമലയും കറുപ്പൊക്കെ ആയിട്ട് കുറേ മീനെ കിട്ടി കേട്ടോ. എനിക്ക് ആ കൂടി വറ്റയുടെ പേര് മാത്രമേ അറിയാവുള്ളൂ കേട്ടോ. ബാക്കിയൊന്നും എനിക്ക് പേര് അറിയാൻ പറ്റില്ല. പക്ഷേ കടലിൽ ഉള്ള മീനൊക്കെ കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്നാ പറയുക, യെല്ലോ ഫിന്നും ബ്ലൂ ഫിന്നൊക്കെ അന്വേഷിച്ചാണ് വന്നത്. പക്ഷെ അവന്മാരൊന്നും നമുക്ക് കിട്ടിയില്ല. പക്ഷേ കിട്ടിയവന്മാരൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ എടുത്ത് പറയണമെന്ന് ഇവിടുത്തെ കറി, നമ്മൾ പിടിച്ചു കൊടുത്ത ഫ്രഷ് മീൻ കിട്ടില്ലനായിട്ട് ഒരു കറി വെച്ചു കേട്ടോ. കിട്ടില്ല കറിയായിരുന്നു. കിട്ടില്ല കട്ടൻ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാം കൊണ്ടും അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇരുട്ടായി വരുവാണ്. നോക്കട്ടെ, ഇനി ഇരുട്ട് കഴിഞ്ഞ് നമ്മൾ രാത്രി അങ്ങ് പോകുമ്പോൾ എറിഞ്ഞ് നോക്കും കേട്ടോ. മീൻ കിട്ടുമെങ്കിൽ രാത്രി മീൻ കാണിച്ചു തരാം, ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണേ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ കടലിലെ ഫിഷിങ് കാഴ്ചയൊക്കെ? എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു കേട്ടോ ഈ കടലിൽ പോയി ഫിഷിങ് ചെയ്യണത്. അത് ഇതുപോലെ ബോട്ടിൽ നടുക്കടലിൽ പോയി ഫിഷിങ് ചെയ്യണം. അതും ഇതുപോലെ ആഗ്രഹം സാധിച്ച്. അതുപോലെ തന്നെ ലക്ഷദ്വീപിലൊരു യാത്രയെ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അതെല്ലാം സാധിച്ച്. അപ്പോൾ ഇതെല്ലാം സാധിച്ചു തന്നത് നമുക്ക് സീഗിൾ എന്ന് പറയുന്ന ഒരു ഹോം സ്റ്റേയിലെ ആളാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. താല്പര്യമുള്ളവർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. ഇതുപോലെ നിങ്ങൾക്ക് വന്ന് കടലിൽ ഫിഷിങ്ങും ചെയ്യാൻ പറ്റും. നൈറ്റ് ഫിഷിങ്ങും സ്കൂബ ഡൈവിങ്ങും പിന്നെ ദ്വീപ് വിസിറ്റിംഗ് ഒക്കെ ആയിട്ട് ഒരുപാട് പാക്കേജിംഗ് ഒക്കെ അവരുടെ ഈ ഇതിലുണ്ട് കേട്ടോ. പാക്കേജിങ് പ്രോഗ്രാമിലുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചെറിയ ഈ ഫിഷിങ്ങും ഈ കാഴ്ചയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വെച്ചേക്കണേ. ഒരുപാട് ഫിഷിംഗ് മീഡിയം ട്രാവൽ മീഡിയം ഒക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുടെ കയറി കണ്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണേ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത ആഴ്ച കാണാം. മോനെ വലിയ മീൻ അടിച്ചിട്ടുണ്ട്. ഫുള്ള് മീൻ അടയാൻ ഇത്രയും ദൂരെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടാ സ്ഥലം കണ്ട ഡോൾഫിൻ.